വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ കുറച്ച് ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടും എല്ലാം കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആട്ടോ, ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിനകത്ത് ഒരു സാധനം ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ആർക്കും വേണ്ടാതിരിക്കുക കേട്ടോ. നമുക്ക് കുറച്ച് ആൾക്കാർ വിരുന്നിന് വന്നപ്പോഴത്തേക്കും തന്നിട്ട് പോയതാണ്. അത് ഗ്രീൻ ആപ്പിൾ ആട്ടോ. ഗ്രീൻ ആപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കിനും സാധാരണ ചെറിയൊരു സ്ലൈറ്റ് മധുരമെങ്കിലും കാണും, ഇതിന് മധുരമില്ല. നല്ല അടിപൊളി പുളിയായിരുന്നു. ആരും തിന്നിട്ട് ഒരെണ്ണമാണ് ആ മേടിച്ചതിൽ തീരുന്നത്. ബാക്കി മൊത്തം ഇതേപോലെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതെ, ഇതാണ് സംഭവം. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിന്റെ പുറം കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഇതിന്റെ അകം കണ്ടോ, അതല്ല സൈഡ് ഭാഗം. ഇത് മോള് കടിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. കാരണം പുളി ആയതുകൊണ്ട് കഴിക്കുന്നില്ല. അപ്പൊ എന്തായാലും അവരും പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്, എനിക്ക് ചുമ്മാ കളയാനായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഞാൻ കരുതി ഇത് വെച്ചിട്ട് അച്ചാറിടാന്ന് കരുതി, ഗ്രീൻ ആപ്പിൾ അച്ചാർ. എന്താ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിലപേക്ഷിച്ച് കുറച്ച് ഈത്തപ്പഴം ഇരിപ്പുണ്ട്. അതും ഇതേപോലെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതായത് വന്നും പോയും തിന്നുന്നുണ്ട്, പക്ഷെ ഇതങ്ങോട്ട് തീരുന്നില്ല. അപ്പൊ അതിനകത്തുനിന്നും കുറച്ചും കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അച്ചാർ വെക്കാന്ന് കരുതി. അപ്പൊ അതിനെന്തൊക്കെ സാധനം വേണമെന്നൊക്കെ കാണിച്ചു തരാം. കൂടുതൽ പറഞ്ഞ് വലിയ ലാഗടിപ്പിക്കുന്നില്ല. അപ്പൊ എന്തൊക്കെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഈസിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെളുത്തുള്ളി ഏകദേശം ഒരു 24 എണ്ണം കറക്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് ഞാൻ കാര്യം പറയുകയാണെങ്കിൽ 24 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിപ്പോഴത്തെ വലിയ ടൈപ്പ് വെളുത്തുള്ളി ഇല്ല, അതാട്ടോ. അത് ഒന്ന് രണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ഇഞ്ചി ചെറിയ കഷ്ണം, ഒരു 3 എണ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. പിന്നെ ഇത് ഈത്തപ്പഴം, നമ്മുടെ കയ്യിലിരുന്ന ആ ഒരു കുറച്ച് ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് ഒന്ന് കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ഇതാ കറിവേപ്പില. പിന്നെ ഇത് കാന്താരി മുളക്. ഞാൻ സാധാ മുളക് ഇട്ടില്ല, കാന്താരി മുളക്. ഇത് ഇവിടെ കിളിച്ചതാട്ടോ. അപ്പോൾ ആ കാന്താരി മുളകുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ പൊടി ഐറ്റംസ് ആയിട്ട് കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവ, കടുക്, പിന്നെന്താ കായപ്പൊടി. ഇത്ര സാധനങ്ങൾ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്നത് കാണിച്ചു തരാം. അടുത്ത് പാത്തു ഇരിപ്പുണ്ട്, അതാണ് ഇടയ്ക്ക് ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഗ്രീൻ ആപ്പിൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. നമ്മുടെ മാങ്ങയ്ക്ക് ഒരുപാട് ചെറുതാക്കി എടുക്കണ്ട. ഞാനങ്ങനെ ഒരുപാട് ചെറുതാക്കിയത് നമ്മുടെ കടുമാങ്ങ അച്ചാറൊക്കെ ഇടൂലേ, അതേപോലെ ആക്കിയൊന്നും എടുത്തിട്ടില്ല. എന്താണ് അധികം ചെറുതുമല്ല, എന്നാൽ ഒരുപാട് വലുതും അല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അരിഞ്ഞ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ണത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെറുതാക്കണ്ട. അപ്പോൾ ഞാൻ ഉരുളിയിൽ വെക്കാൻ കരുതി. അപ്പോൾ കുഞ്ഞ് ഒരു ഉരുളി ഉണ്ട്. അപ്പോൾ അത് നേരെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി നല്ലോണം ആ ഒരു ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് കോക്കനട്ട് ഓയിലാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉലുവ, ഒരു സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു സ്പൂൺ തന്നെ കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്തപ്പോൾ നമ്മളിത് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു 24 വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം കേട്ടോ. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ കുത്തൽ വരികയും ചെയ്യും. ഇനി ഇഞ്ചി 3 ചെറിയ കഷ്ണങ്ങളാണ്, 3 ചെറിയ ഇഞ്ചി നന്നാക്കി എടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കാന്താരി ഞാൻ ഒരു ഇത്തിരിയെ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ മുളക് പൊടി ചേർക്കേണ്ട എല്ലാം വിചാരിച്ചിട്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില. കാന്താരി മുളക് ആയതുകൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ പൊട്ടി തെറിക്കുക. പകുതി ഒരു ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും നമുക്ക് സംഭവം എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം കറിവേപ്പില, കാന്താരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ
അതേ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് സിമ്മിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി കരിയാൻ പറ്റും, അല്ല കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ സ്വല്പം ഇത് കരിഞ്ഞു. ഒന്നാമത് ഈ ഒരു സ്റ്റൗവിന് കുറച്ച് ഫ്ലെയിം കൂടുതലാണ്, അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 വലിയ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ആകുമ്പോഴത്തേക്കിനും നല്ല റെഡ് കളറിൽ തന്നെ നിൽക്കും. ഒരു 3.5 വലിയ സ്പൂണിലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്, ടേബിൾ സ്പൂണില്ലേ. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂണാണേ. അതേപോലെ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോവണ്ട, ഒന്ന് മൂത്ത് കിട്ടണം. അറിയാലോ, ഞാൻ അച്ചാർ വെപ്പിക്കാനായി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാനിത് വെച്ചപ്പം അതൊന്ന് ഷെയർ ചെയ്യാതെ എഴുതി. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്താണ് നല്ല റെഡ് കളർ, നല്ല എന്താ പറയുക കളറിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു ഇച്ചിരി ഉള്ളു. ചേർക്കാതിരുന്നാൽ അത്രയും ബെറ്റർ ആട്ടോ, പക്ഷെ എനിക്കിച്ചിരി കുറച്ച് ചാറ് വേണം. അപ്പോൾ അത് കാരണമാണ് ഒരിത്തിരി വെള്ളം, അത് ഒരിച്ചിരി ഉള്ളൂ കേട്ടോ, കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഒരിച്ചിരി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ കാണുന്നില്ല അത് അപ്പത്തേക്ക്, കാരണം അത്രയും ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ആദ്യം ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് എനിക്ക് സ്പൂൺ കണക്കല്ല, കൈ കണക്കാണ്. സ്പൂണെന്ന് പറയുമ്പം ഒരു ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യാൻ തോന്നുന്നു, എനിക്ക് കൈ കണക്ക്. അപ്പം അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പം എന്തായാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. അപ്പോൾ ദേ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ച ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുണ്ട് കറക്റ്റ്, ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് മാങ്ങാച്ചാറിൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലേ. നമ്മൾ കുറച്ച് ഈത്തപ്പഴമേ ചേർത്തിട്ടുള്ളൂ, അധികം മധുരം വേണ്ടാന്ന് കരുതിയിട്ടാട്ടോ. നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ചേർക്കണം. ഏകദേശം ഒരു കുഞ്ഞു ബൗളിൽ 1/2 ബൗൾ വിനാഗിരി മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കുറേശ്ശെ ആഡ് ചെയ്തത്. ഇതിന് എന്തോരം പുളി വേണമെന്ന് നോക്കിയിട്ടാണ് ആഡ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ചെറിയ ബൗളിൽ, കുഞ്ഞ് ബൗളുണ്ടല്ലോ, അതിനകത്തൊരു ഇത്തിരി വിനാഗിരി മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പൊടിയൊക്കെ ചേർത്ത് ഈത്തപ്പഴം ഇടുന്നതിന് മുന്നേ ആ പൊടിക്കകത്തേക്ക് വിനാഗിരി ഒഴിച്ച് അതിനകത്ത് തിളപ്പിച്ചിട്ട് ഈ ഈത്തപ്പഴം ആഡ് ചെയ്ത് പിന്നെ ഇതൊക്കെ ആഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് ഷുഗർ എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ ഈത്തപ്പഴം ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം കൂടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഷുഗറും കൂടെ ചേർത്തു. എന്തായാലും നല്ല കിടിലൻ, നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാട്ടോ. അപ്പോൾ ഗ്രീൻ ആപ്പിളൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.